നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിന് നല്ലൊരു പരിഹാരവും ഈ സത്യാമ്മ കണ്ടിട്ടുണ്ട്. എന്ത് പരിഹാരം? നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതിന് എപ്പോ കഴിയും? ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മാഡം. ഇത് ഒരു നടക്ക് പോകുന്ന കേസല്ല, കുറച്ച് ബുദ്ധിമുട്ടിക്കും. ഹലോ, അതെ. ഇന്ന് എന്റെ ദിവസമാണെന്ന് കരുതി ഒന്ന് അഹങ്കരിച്ചു വന്നതാ. പക്ഷെ എല്ലാം നശിപ്പിച്ചു ഈ പോലീസുകാര്. അവന്മാരുടെ ഒരു ഡോഗ് ഷോ. പക്ഷേ ഇതൊന്നും കൊണ്ട് ഞാൻ തളരില്ല ശാലിനി. നീ അവിടെ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നതിന് മുൻപുള്ള അർമാദിക്കലാണെന്ന് അധികം വൈകാതെ നിനക്ക് മനസ്സിലാവും. ഇന്ന് എന്റെ ദിവസവും നിന്റെ മോശം ദിവസവുമാ. നിന്റെ സർവനാശത്തിന്റെ ദിവസം. പപ്പി എന്തേ? ഈ സമയത്ത് അവളും ഇവിടെ വേണ്ടതല്ലേ? പപ്പി സത്യം കൂടി ആ ടോക്കിംഗ് ഡോളുമായി മുകളിലിരുന്ന് കളിക്കുക. വിളിച്ചപ്പോ കുറച്ച് കഴിഞ്ഞു വരാന്ന് പറഞ്ഞു. അല്ല, എന്നാ പിന്നെ ഇനിയിപ്പോ എന്തിനാ വഹിക്കുന്നേ? ചടങ്ങുകൾ നടക്കട്ടെ. ഭാമേ, മോളെ നീ പോയി ശാലിനെ വിളിച്ചോണ്ടോ? ശാലിനെ ഞാൻ വിളിച്ചോണ്ട് വരാം. ആ, എന്നാ പോട്ടോ. അവക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ശാലിയ ഈ വീട്ടിലെ താരേ, നിങ്ങൾ ആരും അല്ല. എന്താടാ? ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ 4K എഫക്റ്റ്. അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. ആഹാ, അല്ല മോളെ ഇവിടെ വന്ന് നിൽക്കുകയാണോ? മോളെ മോക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തു നിൽക്കുക. എന്താ മോളെ ഇത്? ഇത്രയൊക്കെ നിനക്കാ ഇവിടെ ഒരുക്കിയിട്ടും എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? മോളെ, ഇന്ന് ശ്യാമയുടെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഇത് ഞാൻ ആഘോഷിക്കാൻ തീരുമാനിച്ചു തന്നെ നിനക്കും വിഷ്ണുവിനും വേണ്ടിയാ. മോളെ, നിന്നെ എന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയാ. മോളെ, എന്റെ മകൻ വിഷ്ണുവിന് നീ ഇല്ലാതെ ഒരു ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെയാ ഇത് ഇത്രയും ആഘോഷമാക്കണമെന്ന് പറഞ്ഞത്. മോളെ, അത് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി മാത്രമാ. മോളെ, നിന്റെ ഈ മൗനത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ചിന്തയുടെ കാരണവും ഞാൻ മനസ്സിലാക്കി. സത്യയെക്കുറിച്ചല്ലേ നീ ചിന്തിച്ചു കൂട്ടുന്നത് മുഴുവനും? ഈ വീട്ടിലെ മരുമകളായി നീ വന്നു കയറുമ്പോ സത്യം ഒറ്റപ്പെട്ടു പോകുമെന്ന് നീ ഭയപ്പെടുന്നു. മോളെ, അതിന് നല്ലൊരു പരിഹാരവും ഈ സത്യാമ്മ കണ്ടിട്ടുണ്ട്. എന്ത് പരിഹാരം? നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോളെ, സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. വളർന്നു വലുതായ അവളുടെ വിവാഹ ചെലവ് അടക്കം ഞാൻ വഹിക്കും. മോളെ, അതുകൊണ്ട് അവളുടെ കാര്യോർത്ത് നീ വേവലാതിപ്പെടണ്ട. ഈ വീട്ടിൽ മഹാറാണിയെ പോലെ നിനക്ക് കഴിയാം. മോളെ, നീ ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കേ. അവന്റെ സന്തോഷം അത് നീ ശ്രദ്ധിച്ചില്ലേ?
മോളെ, നീയായിട്ട് അത് കെടുത്തരുത്. അല്ല, അവന്റെ മാത്രമല്ല, ഈ വീട്ടിലുള്ള ആരുടെയും. അല്ല, നമ്മളിവിടെ കളിച്ചു നിന്നാ മതിയോ? പപ്പിയുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കൂടണ്ടേ? അത് നമുക്ക് സമയമാകുമ്പോ പോവാ സത്യ. അതെ, അവിടെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ബോറടിക്കത്തേ ഉള്ളൂ. ആ, അത് ശരിയാ. എല്ലാവരും അറിയാൻ വേണ്ടി പറയാ, ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്റെ മോന് വേണ്ടി ഞാൻ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ തന്നെയാ. കാരണം എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ മോന്റെ സന്തോഷ. അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അവന്റെ പെണ്ണിന്റെ സന്തോഷം. ശാലിനിയുടെ കാര്യം എനിക്കറിയില്ല, എങ്കിലും ഏതൊരു പെൺകുട്ടിക്കും സന്തോഷം തരുന്ന കാര്യമാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. സത്യാമ്മ എല്ലാരും ഞെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഈ വീട്ടിലേക്ക് വിവാഹം ചെയ്തുകൊണ്ട് വരുമ്പോ നിധി പോലെ കാത്തുകൊള്ളെന്നും പറഞ്ഞ് രാഘവേട്ടന്റെ അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ വീടിന്റെ താക്കോല ഇത്. ഇനി ഇത് സൂക്ഷിക്കേണ്ട അവകാശി ഞാനല്ല, എന്റെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനിയ. ആഹാ, ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം അതെനിക്കറിയാം. പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുക്കേണ്ട ഒരു കസേര, അത്രേ ഞാനിതിനെ കാണുന്നുള്ളൂ. മോളെ, സ്നേഹത്തോടെ ഇത് വാങ്ങിക്കേ. വാങ്ങിക്കും മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.